ഇവിടെ രണ്ടാൾക്കാർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇന്ന് അബ്ബ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സർപ്രൈസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡൈക്കട്ട് സ്മാർട്ട് അത് ആമി കേട്ടിട്ടുണ്ട്. ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കടൽ ക്ലൗഡ് ഒക്കെ വാങ്ങിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആമിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിപ്പോ കോഴിക്കോട് വന്നിട്ടുണ്ട്. അതെ, പക്ഷെ അബ്ബ വാങ്ങിക്കുന്ന ഇവർക്ക് അറിയില്ല കേട്ടോ. ഇവിടെ തിരക്കാണ്. പാപ്പു എടുത്തോളൂ പാപ്പുന്റെ ഗിഫ്റ്റ്. ഓ, ഇത് പാപ്പുന്റെ ആണോ? തുറന്നോ. ഇതെന്താ പക്ഷേ അറിയില്ല. ഓപ്പൺ ചെയ്ത് കൊടുക്കാം, ഹെൽപ്പ് ചെയ്ത് കൊടുക്ക. എന്ത് ബോക്സ് ആണ്? കോയിനൊക്കെ ഇടുന്നത്. ഇടാ, നമുക്കിത് കഴിഞ്ഞിട്ടിടാം. ഇഷ്ടപ്പെട്ടോ അബുജെ? അടിപൊളിയാണോ? ഇത് നമ്മളുടെ നോക്കണം, നല്ല ക്യൂട്ടാണ് അല്ലേ? പാപ്പുന്റെ കയ്യിൽ കൊടുത്തു. ഓ ചെറുതാ പാപ്പു, സെറ്റാണ്. ലോക്കൊക്കെ ഉണ്ട്. നോക്കട്ടെ. കോയിനല്ല, അത് ലോക്കാണ്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ലോക്കർ. നമ്മള് ക്യാഷ് ഒക്കെ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് കാണാൻ വേണ്ടിട്ട് എങ്ങനെയുള്ളതെന്ന് നോക്കാം. കുഞ്ഞു ലോക്ക് ഉണ്ട്. ഇത് കാണാൻ നല്ലൊരു കളറാട്ടോ. എന്താ പറയാ? ക്യാമ്പിപ്പാറ. ഇപ്പൊ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിനൊരു ലോക്കും വരുന്നുണ്ട്. ലോക്കും കീയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ആണോ? ഓ, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ ഇനി പാപ്പുന്റെ സേവിങ്സ് ഒക്കെ ഇതിലാണ് ഉണ്ടാവുക. ഓക്കെ, അടുത്ത സാധനം ഗിഫ്റ്റ് എന്താ നോക്കാം. അതിലിടണമെന്നില്ലടാ, അവൾക്ക് അവിടെ വെച്ചു കൊടുത്തേ. അല്ല, ഈ കീ വീണുവോ? ഇല്ല, അവിടെ വെച്ചു. ഞാൻ എടുത്ത് വെച്ചോളാം. അപ്പൊ ഇതാണ് ഒരു ഐറ്റം. ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. പാപ്പുന്റെ അടുത്തത് എന്താണ്? കടിച്ചു പൊളിക്കണ്ട, ദീദി പൊളിച്ചു തരും. ഹെൽപ്പ് ചെയ്ത് തരണോ? ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് സ്പീഡിൽ ചെയ്താ കണ്ടോ? മൈ ഗോഡ്, ക്യൂട്ടാണല്ലോ പാപ്പു. ഇതാണ് പാപ്പുന്റെ ബ്രഷ്. പല്ലേക്കുന്ന ബ്രഷാണ് ഈ. ക്യൂട്ട് ഒരു പൂച്ചക്കുട്ടി, ഡിയറാണ്. അതവിടെ വെച്ചോടാ. ഓ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. നോക്കട്ടെ. പാപ്പു ക്ഷമയില്ല. തീരെ ക്ഷമല്ല. അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി പാപ്പുന് രാവിലെ അത് വെച്ചിട്ട് ബ്രഷ് ചെയ്യാം. അതും പാപ്പുൻ്റെത്. ഇതെനിക്ക് ഒരു പസിൽ പോലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു പാണ്ടയാണ്. പസിൽ ഉണ്ടാക്കാൻ. ഓക്കെ, അതെങ്ങനെ അത് ഉണ്ടാക്കുന്നത് പിന്നെ കാണിക്കാം അല്ലേ? അത് പിന്നെ കാണിക്കാം. അത് ഓപ്പൺ ചെയ്താൽ എങ്ങനെ? അത് ഒരു പീസസ് ആയിട്ട് ബ്ലോക്ക് പോലെ. ബ്ലോക്ക്. അപ്പൊ അത് വെച്ച് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ട് തുറന്നോ? ഇതെന്താണ്? നോക്കട്ടെ, കാണിച്ചു തന്നെ എനിക്ക്. ഡിനോസർ എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. എടുത്തു തരാം. ഇത് ഇറേസർ ആണ്. അതെ. അതിന്റെ ഉള്ളിൽ എന്താ പപ്പിച്ച വരുന്നത്? എടുക്കാൻ പറ്റില്ല. അത് എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടാവും. ഓ, ഇങ്ങനെ അല്ലേ? ഡൈനോസർ ഉറങ്ങുന്നു. ഇത് അപ്പ പറഞ്ഞ് പേടിപ്പിച്ചു. ഇത് കുറെ കഴിയുമ്പോൾ വലുതായി. അങ്ങനെയൊന്നും വരില്ല. ഇത് പാപ്പുന് ക്യൂട്ടായിട്ടുള്ള സാധനമാണ് അല്ലേ? അപ്പൊ നെക്സ്റ്റ് എന്താ? അടുത്തെന്താ? ഇറേസർ ആണ് കേട്ടോ. ഇത് ക്യൂട്ടായിട്ട്. അപ്പൊ അവിടെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഭയങ്കര ക്യൂട്ട്. പൊട്ടിക്കാനൊന്നും പറ്റില്ല. അതെ. നിന്റെ പാപ്പുൻ്റെ. ഓക്കെ, ഇത് പാപ്പുൻ്റെതാണ്. പാപ്പുൻ്റെ എന്താണ്? ഒരു ബേർഡാ തോന്നുന്നു. അത് ആംഗ്രി ബേർഡിന്റെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതുപോലെ ഇതെന്തത്? പേന. ഇത് രണ്ട് പേനയാണ്. ഓക്കെ, അങ്ങനെ ഇപ്പൊ രണ്ട് ക്യൂട്ട് ആയിട്ടുള്ള പേന ഉണ്ട് കേട്ടോ. ഇതെന്റെ ഫ്രണ്ടിന്റെ ഉണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇത് ക്യൂട്ടായിട്ടുള്ള പേന ആണ്. ഇങ്ങനെ നല്ല രസമുണ്ട് അല്ലേ? ഒരു പേനയും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്.
അതിൽ വരുന്നത്. ഓക്കെ, ഓരോ പേനയും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിങ്ക് പർപ്പിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേനകൾ. കുറേ പേനകളുണ്ട് അതിൽ. സ്ട്രോബെറി, അവക്കാഡോ, കാക്ടസ്, പൈനാപ്പിൾ, അങ്ങനെ. ഇത് ആമിൻ്റെ ആണ്. എന്താണ്? സ്റ്റിക്കി നോട്ട്സ്. സ്റ്റിക്കി നോട്ട്സ്. അതിലെങ്ങനെ എഴുതാൻ തോന്നും. ഓ, നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇനി നമ്മളെ പാപ്പുവിന്റെ മെയിൻ സാധനം ചുമരിലൊന്നും വരയ്ക്കരുത്. ഇത് നല്ല പെൻസിലാട്ടോ, നല്ല വലിയ പെൻസിലാണ്. അങ്ങനൊന്നും പറ്റില്ല. ഇതിനെ അടച്ചു വെക്കാൻ ഒരു അടപ്പൊക്കെ ഉണ്ടല്ലേ? ഇങ്ങനെ ഇങ്ങനെ എഴുതാൻ. എന്റെ പോലെ ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട്. ഷാർപ്പ് എങ്ങനെ ചെയ്യാൻ പറ്റും? അതൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇറേസറൊക്കെ വരുന്നുണ്ട് ഇവിടെ. വലിയ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിട്ട് സാരം. അപ്പൊ ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സാധനം കൂടെയാണ് കേട്ടോ. അടുത്ത നെക്സ്റ്റ് ഒന്ന് നോക്കാം. പാപ്പുന്റെ ഒരു ആദ്യമായിട്ടാണ് എല്ലാം. യൂണിക്കോൺ ആണോ? യൂണിക്കോൺ ഇറേസർ ആണ്. ഓക്കെ, ഓ മൈ ഗോഡ്, ഇത് നല്ല രസമുണ്ട്. ഓക്കെ, ഇത് നോക്കൂ. നിക്ക്, ഇത് തീരുമ്പോൾ എന്തോ ഇതിങ്ങനെ അതാ ഇങ്ങനെ ആക്കും. ഇത് തീർന്നു പോയാൽ നമുക്കിത് റീഫിൽ ചെയ്യാൻ ഒരു ഇറേസറും തന്നിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ? ഇത് സൂക്ഷിച്ചു വെച്ചോ പാപ്പു, നമുക്ക് നെക്സ്റ്റ് ഇയറിൽ എടുക്കാം. സ്നിക്കേഴ്സ് പോലെ ഉണ്ടല്ലേ കാണാൻ? ഇങ്ങോട്ടേക്ക് ചെയ്താൽ മതി. അങ്ങനെയാണ് വരുന്നത് അല്ലേ? അതിന്റെ പാക്കേജും കാണാൻ നല്ല രസമുണ്ട്. പർപ്പിൾ കളർ. പാപ്പുന് പർപ്പിൾ ഇഷ്ടമാണല്ലോ. സ്റ്റിക്കി നോട്ടാണ്. പാപ്പുന്റെ സ്റ്റിക്കി വേണ്ട, അത് പൊളിക്കല്ലേ ചെയ്യാം. അത് കളിക്കുമ്പോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കളിക്കല്ലേ എഴുതുമ്പോ. ഇതാണ് സ്റ്റിക്കി നോട്ടാണ്. ഇത് ഒരു കവായി പോലത്തെ. ഇതൊരു വിന്റേജ് തീമിൽ വരുന്ന സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ് അല്ലേ? ഇതൊക്കെ വെച്ചിട്ട് ആമീന്റെ കുറെ വർക്കുകളൊക്കെ വരുന്നതായിരിക്കും. ഇല്ല, ഞാൻ ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു, യൂസ് ചെയ്യില്ല. പിന്നെ ഉള്ളത് ഒരു 4 ജെൽ പെൻസ് ആണ് കേട്ടോ. ഇത് ആമിക്ക് ഇഷ്ടമാണല്ലോ, ജെൽ പെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ, എപ്പോഴും പറയും. നോക്കട്ടെ, കാണിച്ചത് ജെൽ പെല്ലാണ് എനിക്ക് കൂടുതൽ മലയാളത്തിന് എഴുതാൻ ഇഷ്ടം. ഇങ്ങനെ വരും കേട്ടോ. ഇതിന്റെയൊക്കെ നമ്മൾ അല്ലാതെ നല്ലോണം കാണിച്ചു തരുന്നതായിരിക്കും. അത് അങ്ങനത്തെ പാപ്പുന് തരാം, വേറെ തരാം, ഞാൻ വാങ്ങിച്ചു തരാം. അപ്പൊ ഇതോ വലിയ പെൻസിൽ പാപ്പുന് വരയ്ക്കണേ നിൽക്കും. ഇത് ഞാൻ വരയ്ക്കുന്നത് പാപ്പുനെയാണ്. അടിപൊളി. പൈസയൊക്കെ ഇട്ട് നിറച്ചിട്ടുണ്ടോ പാപ്പു? പൈസ. അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയാ, ഡൈക്കട്ട് സ്മാർട്ട് വാങ്ങിച്ച സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ അപ്പൊ വരുമ്പോ കൊണ്ടുവന്നിട്ടുള്ള സർപ്രൈസ് ആണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുള്ള അവരുടെ കുറെ നല്ല വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ഇവർ ഈ എക്സൈറ്റ്മെന്റില് ഇവരെന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് തന്നെ ശരിക്കും എനിക്ക് അറിയില്ല. നമ്മൾ നോക്കി നോക്കാം നമുക്ക്. അപ്പൊ ഇതൊക്കെ ഉള്ളൂ. ബൈ ബൈ.